പുതിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഇത്തവണ കേൾക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകൾ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. കേസുമായി മുന്നോട്ട് പോയാൽ നിക്ഷേപ തുക ഒരിക്കലും തിരികെ ലഭിക്കില്ല. പ്രതികൾക്ക് ഉന്നതരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് RR ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൈരളി ന്യൂസിനോട് പറയുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30ഓളം കേസുകളാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകളായ രാകേഷ് രവീന്ദ്രൻ, രജീഷ് രവീന്ദ്രൻ എന്നിവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. കുറെ മണ്ടന്മാര് തന്നെ പറയാട്ടോ വേണമെങ്കിൽ. അതിന്റെ ആൾക്കാർ നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ അഡ്മിനായിട്ടിരിക്കുന്ന കുറെ മണ്ടന്മാരുടെ വാക്ക് കേട്ടിട്ട് കൂട്ടം കൂടി നിന്ന് ആക്രമിക്കാൻ പോകുമ്പോൾ, എതിർത്ത് നിൽക്കാൻ പോകുമ്പോൾ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എതിർക്കാനുള്ള സൗകര്യങ്ങളെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഇല്ല, കാര്യം അറിയാലോ. പിന്നെ ബാങ്ക് ഫ്രീസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ബുക്കോ കാര്യങ്ങളോ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ചെയ്തിടാം, അതൊക്കെ ചെയ്തിടാം, വേണമെങ്കിൽ ചെയ്തോ. ഇപ്പോൾ ഒരു 15 വർഷം 20 വർഷം നമുക്ക് കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കാം. പിന്നെ ഗുണ്ടായിസം കാണിച്ച് നടക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ സ്പോട്ട് പറയുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൗണ്ടിൽ നിന്ന് അടിച്ച് തീർക്കാം. സ്വർണ്ണ തട്ടിപ്പ് മാത്രമല്ല, റോയൽ കാസിനോ എന്ന പ്രീമിയം റിസോർട്ട് ആരംഭിക്കാമെന്ന പേരിൽ പ്രതികൾ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായും പരാതിയിൽ പറയുന്നു. ഇതിനായി മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്തതായും ഭാരവാഹികൾ ആരോപിക്കുന്നു. പ്രതികൾക്ക് ഉന്നതരുടെ സംരക്ഷണമുണ്ടെന്നും RR ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ PM കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ്റെ അവരായിട്ട് കൂടിയിരുന്നിട്ട് സംസാരിക്കുന്ന വീഡിയോ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് പുതിയ ഫണ്ടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മാത്രം രാകേഷ് റോയൽ കാസിനോ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ, അവർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 60 കോടി റുപ്യ ഈ ടൂറിസം വകുപ്പിൽ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്തൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതിനോട് കൂടി നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. അതിനുവേണ്ടി സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുള്ള ചെയ്തുകൊണ്ടുള്ള ഈ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ രാകേഷ് റോയൽ കാസിനോ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൽ മാത്രം 10,000 കോടി റുപ്യോളം ഇപ്പോൾ 3.5 മാസം കൊണ്ട് ഒരു കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റും കൂടി അതിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ SRG എന്ന് പറയുന്നൊരു പ്രൊജക്റ്റും കൂടി അവർ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ആൾക്കാർ, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് നടപടികളൊന്നും ഇല്ല. ചെന്നിത്തലയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP, കമ്മീഷണർ, അങ്ങനെയുള്ള താഴെത്തട്ടിൽ വരെ ഇതിൻ്റെ പരാതികൾ പോയിട്ടുണ്ട്. 24 സ്റ്റേഷനിൽ നമുക്ക് ഇതിൻ്റെ പരാതികൾ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ FIR തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അവരുടെ അടുത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എത്താനോ അവർ വേണ്ട നടപടി എടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് അവരെ സ്വാധീനം വെച്ചിട്ട് തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വൈകാതെ തന്നെ നിക്ഷേപ തുക തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.